സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഡിലീറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ട ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ എങ്ങനെ തിരിച്ചെടുക്കാം എന്നതിനെ പറ്റി ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട്. ഇതിനോടൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് റിപ്ലൈ നൽകി. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കാമെന്ന് കരുതിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയ അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ആയ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ട ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദിത്യ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിന്റെ ഹെൽപ്പ് സെന്ററിന്റെ വെബ്സൈറ്റിലേക്ക് പോവുക. വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ചെന്ന് ചെയ്യുക. ഇത്രയും ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കില്ല. കുറച്ചധികം സ്റ്റെപ്സും കൂടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഹെൽപ്പ് സെന്ററിൽ പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിന്റെ ഹെൽപ്പ് സെന്ററിന്റെ വെബ്സൈറ്റിലേക്കായിരിക്കും വരിക. അവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാസ് ബീൻ ഡീആക്ടിവേറ്റഡ് എന്ന ഹെഡിങ് കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മുകളിലായിട്ട് ഫുൾ നെയിം എന്ന ഹെഡിങ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് താഴെയായിട്ടൊരു കോളവും കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കാണുന്ന യുവർ ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെയായിട്ട് നിങ്ങളുടെ ഡീആക്ടിവേറ്റ് ആയിപ്പോയ അല്ലെങ്കിൽ ഡിലീറ്റ് ആയിപ്പോയ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ യൂസർ നെയിം ജസ്റ്റ് അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ താഴെയായിട്ട് യുവർ മെയിൽ അഡ്രസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ടൊരു കോളവും കാണാൻ സാധിക്കും. ആ ഒരു കോളത്തിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏത് മെയിൽ ഐ ഡി ആയിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു മെയിൽ ഐ ഡി അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മെയിൽ ഐ ഡി ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെയിൽ അഡ്രസ്സ് അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി താഴെയായിട്ട് യുവർ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് കാണുന്ന ആ ഒരു കോളത്തിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി താഴെയായിട്ട് നിങ്ങൾക്കൊരു വലിയൊരു ബോക്സ് കാണാൻ സാധിക്കും. അവിടെയായിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണോ, അതായത് നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ആയിപ്പോയി, അങ്ങനെ എന്താണോ നിങ്ങളുടെ പ്രശ്നം അത് എൻ്റർ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന സെൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത ശേഷം 3 ദിവസം മുതൽ ഒരാഴ്ച വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിനുള്ളിൽ തന്നെ ഇൻസ്റ്റാഗ്രാം ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ജിമെയിൽ വഴിയായിരിക്കും അവർ കോൺടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ജിമെയിൽ ഐ ഡി തന്നെ കൊടുക്കണമെന്ന്. അവർ കോൺടാക്ട് ചെയ്തതിന് ശേഷം അവർ നിങ്ങളുടെ അക്കൗണ്ട് തന്നെയാണോ നിങ്ങൾ റിക്കവർ ചെയ്യാൻ നോക്കുന്നതെന്ന് അവർ ഉറപ്പുവരുത്തും. അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് ടാസ്ക് നിങ്ങൾക്ക് നൽകും. അതിൽ മെയിനായിട്ട് നൽകുന്ന ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോഡ് അയച്ചു തരും. ആ ഒരു കോഡ് വെള്ള പേപ്പറിൽ എഴുതിയ ശേഷം നിങ്ങളത് പിടിച്ചുകൊണ്ട് നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കണം. അവർ നിങ്ങളുടെ അക്കൗണ്ടിൽ പോയ ശേഷം നിങ്ങളുടെ ആ ഒരു ഫോട്ടോ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ഫോട്ടോസുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. അവർക്കത് ഉറപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും. സാധാരണഗതിയിൽ ഈ ഒരു ടാസ്ക്കാണ് അവർ മിക്കവാറും ഉള്ളവർക്ക് നൽകുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇനി ഇവർ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇൻഫർമേഷൻസും ചോദിക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയുടെ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ റിക്കവർ ചെയ്യേണ്ടത് എന്നതിനെ പറ്റി മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ആദിത്യ, സൈനിങ് ഔട്ട്.